രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ കിരീടത്തിൽ രണ്ടാമത്തെ പൊൻതൂവൽ കൂടി അതെ നമ്മൾ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. ICC 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിജയിക്കുന്നു. 2000 ന്യൂസിലാൻഡ് നമ്മളെ പരാജയപ്പെടുത്തിയതിന്റെ, 2019 ന്യൂസിലാൻഡ് നമ്മളെ പരാജയപ്പെടുത്തിയതിന്റെ, 2021 ന്യൂസിലാൻഡ് നമ്മളെ പരാജയപ്പെടുത്തിയതിന്റെ എല്ലാ പ്രതികാരവും നമ്മൾ 2025 ദുബായിലെ മരുഭൂമിയിൽ തിരിച്ചു വീട്ടിയിരിക്കുന്നു. നമ്മൾ പകരം വീട്ടിയിരിക്കുന്നു. നമ്മൾ ICC ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചിരിക്കുന്നു. അതെ, അടുപ്പിച്ച് 15 മാസങ്ങൾക്ക് ശേഷം 2 ICC ഈവന്റ് ജയിക്കുന്ന ക്യാപ്റ്റനായി രോഹിത് ശർമ്മ മാറി. നമ്മുടെ കിരീടത്തിൽ ഇതാ പുതിയൊരു പുൻതോല് കൂടി 2013 ശേഷം നമ്മൾ പിന്നെയും 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചിരിക്കുന്നു. ഏറ്റവും അഭിമാനകരമായ നിമിഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ 2024 ജയിക്കുമ്പോൾ നമുക്കൊരു 13 വർഷത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു ഒരു ട്രോഫി, ഒരു ICC ഇവന്റ് ജയിക്കാൻ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഭാഗ്യശാലികൾ, നല്ല ലക്കി ആൾക്കാരുമാണ് നമ്മൾ. തുടർന്ന് 15 മാസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഒരു ICC ഇവന്റ്, അത് 2 പ്രത്യേക തരം ഇവന്റ്സും. ആദ്യം നമ്മൾ ജയിക്കുന്നു, 2020 നമ്മൾ ജയിക്കുന്നു. രണ്ടാമത് ODI ഫോർമാറ്റിലുള്ള ICC ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ വിജയിക്കുന്നു. ഏറ്റവും അഭിമാനകരമായ നിമിഷം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, 100 കോടി വരുന്ന ജനങ്ങളെ സംബന്ധിച്ചോളം അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല നിമിഷമാണ്. അങ്ങനെ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ കിരീടത്തിൽ 2 പൊൻതൂവൽ കൂടെ വന്നിരിക്കുന്നു ICC ഇവന്റിൽ. അങ്ങനെ 2 കിരീടം കൊണ്ട് രോഹിത് ശർമ്മ കരസ്ഥമാക്കിയിരിക്കുന്നു. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിൽ നിന്ന് നയിച്ചെന്ന് പറഞ്ഞാൽ ആ 76 റൺസ് എന്ന ആ ഒരു ഇമ്പാക്ട് ഇന്നിങ്സ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വളരെ സ്വാധീനിച്ചു. നമ്മൾ ഒരു ഘട്ടത്തിൽ 102 റൺസ് ഓളം എത്തിയിരുന്നു. നമ്മുടെ വിക്കറ്റ് നഷ്ടമായില്ല. എന്നാൽ മനോഹരമായ ഒരു ഫീൽഡിങ്ങിലൂടെ ഫിലിപ്സ് ഗില്ലിനെ പവലിലേക്ക് അയക്കുന്നു. നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന സമയമാണ്. ഏകദേശം 150 റൺസ് മതിയായിരുന്നു അവിടുന്ന്. എന്നാൽ രണ്ടാമത് അവരുടെ ക്യാപ്റ്റൻ ബ്രേസ്വെല്ലിനെ കൊണ്ടുവരുന്നു. ബ്രേസ്വെല്ല് ആ റൺ മിഷൻ ആയിരുന്ന വിരാട് കോഹ്ലി, ചേസിംഗ് മിഷൻ ആയിരുന്ന വിരാട് കോഹ്ലി പവലിലേക്ക് അയക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ സ്കോർ 1 റൺസ്. അവിടുന്ന് പുതിയ ശ്രേയസ് അയ്യർ ക്രീസിലേക്ക് വരുന്നു. അവിടെ രോഹിത് ശർമ്മയായിട്ട് ഒരു പാർട്ണർഷിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അവിടെ ഒരു പ്രഷർ ബിൽഡ് ചെയ്യുന്നു, ഡോട്ട് ബോളുകൾ വരുന്നു, ഓവറുകൾ മേഡിനാവുന്നു. എന്നാൽ രോഹിത് ശർമ്മ ഒരു അറ്റാക്കിംഗ് ഷോട്ട് ശ്രമിക്കുന്നു. രവീന്ദ്രയുടെ ബോൾ മിസ്സാവുന്നു. ലാദത്തിന്റെ കയ്യിൽ നിന്ന് രോഹിത് ശർമ്മ ഔട്ടായി. അവിടുന്ന് ഏകദേശം ഇന്ത്യ അപകടം മണത്തു. ഇന്ത്യ പരാജയത്തിലേക്ക് പോകുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ അതിമനോഹരമായ ഒരു ഇന്നിങ്സ് പിന്നെയും ശ്രേയസ് അയ്യറിന്റെയും അക്ഷർ പട്ടേലിന്റെ ബാറ്റിൽ നിന്ന് വരുന്നു. ആ 4ാം വിക്കറ്റ് പാർട്ണർഷിപ്പ്, ഏകദേശം 61 റൺസ് എന്ന ഇമ്പോർട്ടന്റ് പാർട്ണർഷിപ്പ് ടീമിനെ വളരെ ക്രൂഷ്യലായ സിറ്റുവേഷനിൽ, വളരെ നിർണായകമായ ഘട്ടത്തിൽ 61 റൺസ് എന്ന പാർട്ണർഷിപ്പ് ടീമിനെ വിജയത്തിന്റെ അരികിലേക്ക് കൊണ്ടെത്തിച്ചു. പിന്നെ അവിടെ എന്നാൽ സാധാരണ ഒരു 6 അടിക്കാനുള്ള ശ്രമത്തിൽ ശ്രേയസ് അയ്യർ ഔട്ടാവുന്നു. ശ്രേയസ് അയ്യർ ഔട്ടാവുമ്പോഴത്തേനും ടീം ടെൻഷനിലായി. അപ്പോഴും നമുക്ക് 60+ റൺസ് വേണമായിരുന്നു. അവിടത്തേക്ക് KL രാഹുൽ വരുന്നു. KL രാഹുലും അക്ഷർ പട്ടേലും കൂടെ ചേർന്ന് ഒരു 20 റൺസിന്റെ പാർട്ണർഷിപ്പ് അവിടെ ബിൽഡപ്പ് ചെയ്യുന്നു. ഒരു മനോഹരമായ ഒരു ഇന്നിങ്സ് അവിടെ കാഴ്ചവെക്കാൻ ശ്രമിച്ചു. എന്നാൽ അക്ഷർ പട്ടേലിന്റെ വിക്കറ്റ് നഷ്ടമാവുന്നു. പിന്നെ അവിടെ 7ാമനായി കടന്നു വന്ന ഹാർദിക് പാണ്ഡ്യയും KL രാഹുലും കൂടെ ചേർന്ന് ഒരു 38 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. ആ പാർട്ണർഷിപ്പ് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ആ പാർട്ണർഷിപ്പിനായി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കേട്ടിരുന്ന ഒരു ക്രിക്കറ്റർ. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സ്ഥിരതയില്ലായ്മ കൊണ്ട്, ഫിറ്റ്നസ് ഇല്ലായ്മ കൊണ്ട് ടീമിൽ പുറത്തു പോയ വ്യക്തി. എനിക്ക് തോന്നുന്നു 2023 ഹാർദിക് പാണ്ഡ്യ ടീമിൽ പുറത്ത് പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പം ജയിച്ചേനെ. നമ്മളൊരു 50 റൺസെങ്കിലും ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിൽ നിന്ന് വന്നേനെ, നമ്മൾ ജയിച്ചേനെ. പക്ഷേ അവിടെ ഹാർദിക് പാണ്ഡ്യ ഇഞ്ചുർ ആവുന്നു. സൂര്യകുമാർ ആ പൊസിഷനിലേക്ക് വരുന്നു. ഒരു ഇമ്പാക്റ്റും സൂര്യകുമാർ യാദവിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു 2024 നമ്മൾ ജയിക്കാൻ മെയിൻ കാരണം ഹാർദിക് പാണ്ഡ്യ എന്നൊരു ബാറ്ററാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫിയിലും ഹാർദിക് പാണ്ഡ്യയുടെ റോള് ചെറുതല്ല, ശ്രേയസ് അയ്യറിന്റെ റോള് ചെറുതല്ല, രാഹുലിന്റെ റോള് ചെറുതല്ല. ജഷ്വാൾ നല്ലൊരു ഇന്നിങ്സ് ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസിൽ കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ശ്രേയസ് അയ്യർ ഇന്ന് ടീമിൽ ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ കാലം കാത്തു വെച്ചിരുന്ന ശ്രേയസ് അയ്യറിന് ഈ ഒരു ഇന്നിങ്സ് കളിക്കാൻ എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു ഇന്നിങ്സ് കളിക്കാനാണ്. 2023 സെമിയിൽ ശ്രേയസ് അയ്യർ 100 എടുക്കുന്നു. എന്നാൽ ഫൈനലിൽ ഫസ്റ്റ് ബോളിൽ തന്നെ
ശ്രേയസ് അയ്യർ ഔട്ടാവും. പാറ്റ് കമ്മിൻസിന്റെ ബോളിൽ വിക്കറ്റ് കീപ്പറിന് ക്യാച്ച് കൊടുത്ത് ശ്രേയസ് അയ്യർ പോകുമ്പോൾ ഇന്ത്യ അവിടെ അപകടം നടത്തും. നമുക്ക് 240 റൺസ് അടുത്ത് എടുക്കാൻ കഴിഞ്ഞു. എന്നാൽ ശ്രേയസ് അയ്യർ അവിടെ ഒരു ഇന്നിങ്സ് കളിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും ഗില്ലോ ശ്രേയസ് അയ്യരോ സൂര്യകുമാർ യാദവ് ഒരു നല്ലൊരു ഇമ്പാക്ട് ഇന്നിങ്സ് അവിടെ കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 300+ റൺസ് എടുത്ത് ചിലപ്പോൾ നമുക്ക് ഓസ്ട്രേലിയ അവിടെ പരാജയപ്പെടുത്താൻ കഴിയില്ലേ. എന്തു തന്നെ ആയിരുന്നാലും ആ പരാജയം എല്ലാവർക്കും മറക്കാം. ആ 2023 നവംബർ 19 നമുക്ക് മറക്കാം. അതെ, 2024 ജൂൺ 29 ഇപ്പോൾ 2025 ഫെബ്രുവരി 9 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഓർമ്മകളായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഓർമ്മകളായിരിക്കും. ആ ഓർമ്മകൾ നമ്മളെ മുമ്പോട്ട് നയിക്കട്ടെ. എന്നാൽ അവരെ നോക്കുമ്പോൾ ന്യൂസിലാൻഡ് നല്ല രീതിയിലുള്ള ഫൈറ്റ് തന്നു. വൺ സൈഡ് മാച്ച് അല്ലായിരുന്നു ഈ മാച്ച് പരിശോധിക്കുകയാണെങ്കിൽ. ലാസ്റ്റ് ഒരു ഓവർ അവശേഷിക്കുകയാണ് നമ്മൾ ആ വിജയത്തിലേക്ക് എത്തിച്ചത്. 252 എന്ന സ്കോർ നമുക്ക് 300 റൺസിന്റെ അടുത്ത് വാല്യൂ ഉണ്ടായിരുന്നു. അത്രത്തോളം റൺസ് ചേസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് 250 റൺസ്, അവിടെ 260 റൺസ്, 240 റൺസ് ഒക്കെ എന്ന് പറയുമ്പോൾ 280 റൺസിന് തുല്യമാണ് ദുബായിലെ പിച്ചിൽ. എന്നാൽ നമുക്ക് നമ്മുടെ ബാറ്റിംഗ് ഡെപ്തിന് ആ ഒരു സ്കോർ ചേസ് ചെയ്യാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ബോളർമാരെ പറയുമ്പോൾ കുൽദീപ് യാദവ് വിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ള പഴി കിട്ടിയ ബോളർ. വേൾഡ് കപ്പിൽ ഒറ്റ ഒരു വിക്കറ്റാണ് കുൽദീപ് യാദവിന് കിട്ടിയത്. ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ ഗില്ലിനെ കൂട്ട് തന്നെ വിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കുൽദീപ് യാദവിന് മെയിൻ വിക്കറ്റ് അപകടകാരിയായ രച്ചിൻ രവീന്ദ്രയെ പറഞ്ഞുവിടാൻ കുൽദീപ് യാദവിനായി. മനോഹരമായ ഒരു ഗോളിലൂടെ രച്ചിൻ രവീന്ദ്രയുടെ കുറ്റി കുൽദീപ് തെറിപ്പിക്കുന്നു. പിന്നെ അവിടെ ഒരു ഹങ്കർ ഇന്നിങ്സ് കളിക്കാൻ വന്ന വില്യംസനെ ഒരു ഗോൾ എറിഞ്ഞ് പവലിലേക്ക് മടക്കുമ്പോഴത്തേന് ടീം ഏകദേശം വിജയം കണ്ടു എന്ന് പറയാം. എന്നാൽ പിന്നെ ചെറിയ ഒരു പാർട്ണർഷിപ്പ് അവിടെ ബിൽഡപ്പ് ചെയ്യുന്നു ലാദുമായി ചേർന്ന്. എന്നാൽ ലാദത്തിന്റെ വിക്കറ്റ് പോകുന്നു. എന്നാൽ ഡാരിൽ മിച്ചൽ ഒരു സൈഡിൽ ഉറച്ചു നിൽക്കുന്നു. 90 ബോളിൽ 50 റൺസ് എന്ന റെക്കോർഡ് ഡാരിൽ മിച്ച് സ്വന്തമാക്കി. ഏറ്റവും കൂടിയ ബോളിൽ 50 റൺസ് എടുത്തുന്ന റെക്കോർഡ് ഇനി ഡാരിൽ മിച്ചലിന്റെ പേരില്ല. 90 ബോളിൽ 50 റൺസ് എടുത്ത് ഡാരിൽ മിച്ചൽ ടീമിനെ ഒരു നല്ല ടോട്ടലിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ബ്രേസ്വെല്ലിന്റെ ഇന്നിങ്സിൽ എടുത്തു പറയണം. 50+ റണ്ണും 2 ഇമ്പോർട്ടൻറ്റ് വിക്കറ്റും ബ്രേസ്വെല്ല് കരസ്ഥമാക്കിയത്. ആ ഒരു ഇന്നിങ്സ് ചിലപ്പോൾ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാമായിരുന്നു. ടീം എന്തായാലും പ്രഷർ കൂടാതെ മാച്ചിൽ കളിച്ചു. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. വരുൺ ചക്രവർത്തി സംബന്ധിച്ചിടത്തോളം ആയാലും ജഡേജയ്ക്കായാലും അക്ഷർ പട്ടേലിനായാലും മുഹമ്മദ് ഷാമിക്കായാലും നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ കഴിഞ്ഞു. ഭേദപ്പെട്ട നിലയിൽ ഒരു 251 റൺസിൽ ന്യൂസിലാൻഡിനെ നമുക്ക് റിസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു ഇന്നിങ്സ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡ് കൊണ്ട് വളരെ ദയനീയമായ പെർഫോമൻസ് ആയിരുന്നു. 4 ക്യാച്ച് കളഞ്ഞിട്ടും നമ്മൾ ജയിച്ചു എന്നുള്ളതാണ് ഈ മാച്ചിലെ അഡ്വാൻറ്റേജ്. എന്നാൽ 2 ക്യാച്ച് കളഞ്ഞ് ന്യൂസിലാൻഡ് ഈ മാച്ച് പരാജയപ്പെട്ടു. ഗില്ലിന്റെ ക്യാച്ച് കളയുന്നു, ശ്രേയസ് അയ്യറിന്റെ ക്യാച്ച് കളയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ക്യാച്ച് അവർ കളഞ്ഞു. എന്നാൽ അവർക്ക് ആ മാച്ച് കൈവിട്ട് പോയി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലക്ക് കൂടെ ഉണ്ടായിരുന്നു. 4 ക്യാച്ചാണ് നമ്മൾ കളഞ്ഞത്. രച്ചിൻ രവീന്ദ്രയുടെ 2 ക്യാച്ച് നമ്മൾ കളഞ്ഞു. ഡാരിൽ മിച്ചന്റെ ക്യാച്ച് കളയുന്നു, ഫിലിപ്സിന്റെ ക്യാച്ച് കളയുന്നു. എന്നിട്ടും അവിടെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു. എന്തായാലും സൂപ്പർ ഇന്നിങ്സ് രോഹിത് ശർമ്മ എന്ന എന്തായാലും നമുക്ക് പിന്നെയും രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ നമുക്ക് പിന്നെയും ഒരു ICC ഇവന്റ് വിജയിപ്പിച്ചു. നമ്മളെ പിന്നെയും 2027 സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. അതിനു മുമ്പ് ഇനി എന്തായാലും 2020 വേൾഡ് കപ്പ് വരുന്നുണ്ട്, ഏഷ്യ കപ്പ് വരുന്നുണ്ട്. എല്ലാത്തിലും നമുക്ക് കപ്പടിക്കാൻ കഴിയട്ടെ. ഈ ഒരു പെർഫോമൻസ് ടീം ഇന്ത്യ കാഴ്ചവെക്കട്ടെ. എല്ലാവിധ ആശംസ.